ദേവരാഗം. രചന സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 56. അത്താഴം കഴിഞ്ഞ് മുറിയിലേക്ക് കിടക്കാൻ പോകുന്നതിനിടയിൽ വൈശാഖി മഹാദേവന്റെ മുറിയിലേക്ക് ഒന്ന് എത്തിക്കൊത്തി നോക്കി. ആള് ബെഡിലിരുന്ന് എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈശു പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി. എന്നിട്ട് സ്വന്തം റൂമിനുള്ളിലേക്ക് വേഗത്തിൽ കയറിപ്പോയി. സാറ് 12 മണി വരെ ഉറങ്ങാതിരുന്നെങ്കിൽ പോയി വിഷയായിരുന്നു. ബെഡിലേക്ക് കയറി കിടക്കുന്നതിനിടയിൽ അവൾ ഇടത്തെ കയ്യിൽ കെട്ടിയിട്ടിരിക്കുന്ന സ്മാർട്ട് വാച്ചിലേക്ക് നോക്കി. മണി 10 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനിയും കിടക്കുന്ന 2 മണിക്കൂറുകൾ കൂടി. കട്ടിലിൽ തിരിഞ്ഞും പറഞ്ഞും കിടന്നിട്ടും പെണ്ണിന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. കണ്ണടയ്ക്കുമ്പോഴെല്ലാം ആ ഒരുവൻ്റെ മുഖമാണ് കൺമുൻപിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുറത്ത് മഴയ്ക്കുള്ള കോളാണ്. ഇടി മുഴങ്ങുന്നത് അവൾ വ്യക്തമായി കേട്ടിരുന്നു. നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ പുഴുത്തപ്പ് കഴുത്ത് വരെ മൂടിക്കൊണ്ടാണ് വൈശാഖി കിടന്നതുപോലും. മണി 11 11:30 11:45. അവൾ ഉറങ്ങാതെ കട്ടിലിൽ കിടന്ന് ഉരുണ്ടു പിരണ്ടു. ഇനി 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ബെഡിൽ എഴുന്നേറ്റിരുന്ന് ക്രാസിയിലേക്ക് ചാരിയിരുന്നവൾ 1.25 മണിക്കൂർ ഇഴഞ്ഞു നീങ്ങിയ സമയത്തെക്കാട്ടിലും കൂടുതൽ ദൂരം ആ 15 മിനിറ്റ് സഞ്ചരിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നിപ്പോയി. അത്രമാത്രം ഇഴഞ്ഞാണത് നീങ്ങുന്നത്. എത്രയൊക്കെ നോക്കിയിരുന്നിട്ടും 12 ആവാത്തതുപോലെ. സാറ് ഉറങ്ങിക്കാണോ ഇനി? പൊടുന്നനെയാണ് ആ ചിന്ത അവൾക്ക് വന്നത്. സാധാരണ ഈയിടെയായിട്ട് 11-11:30 മണി വരെയൊക്കെ സാർ ഇരുന്ന് വായിക്കുന്നത് കാണാറുണ്ട്. ഇന്നെങ്ങാനും സാറ് കിടന്നുറങ്ങിപ്പോയാൽ തൻ്റെ ഈ കാത്തിരിപ്പ് വെറുതെയാവും. അവൾ ആശങ്കയോടെ കട്ടിലിൽ നിന്ന് ധൃതിയിൽ ചാടിയിറങ്ങി. എന്നിട്ട് മുറിക്ക് പുറത്തേക്ക് മെല്ലെ നടന്നു നീങ്ങി. ഹാളിലെ ഡിം ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ വൈശാഖി കണ്ടു മഹാദേവന്റെ മുറിയുടെ വാതിൽ മാത്രം പാതി ചാരി കിടക്കുന്നത്. അകത്തു നിന്ന് വെളിച്ചം പുറത്തേക്ക് അടിക്കുന്നുമുണ്ട്. ഇത്രയും നേരമായിട്ട് സാറ് ഉറങ്ങിയില്ലേ? അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ ദിവസം സാർ ഉറങ്ങാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എനിക്ക് പിറന്നാൾ ആശംസകൾ പറയാലോ. പതിയെ മുറിയുടെ മുൻപിലായി ചെന്ന് നിന്നിട്ട് അവൾ വീണ്ടും അതിനുള്ളിലേക്ക് തലയിട്ട് നോക്കി. ആളിപ്പോഴും പതിവ് പുസ്തക വായന തന്നെയാണ്. ഇങ്ങിരുന്ന് എന്താണാവോ എപ്പോഴും ഇരുന്ന് വായിക്കുന്നത്? ഇനി വല്ല എക്സാമിനു വേണ്ടി പ്രിപ്പയർ ആവുന്നതാണോ ആവോ? അങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ ശബ്ദമുണ്ടാക്കാതെ പെണ്ണ് തിരികെ സ്വന്തം മുറിയിലേക്ക് ബെഡിലേക്ക് കയറിയിരുന്നു. എന്നിട്ട് വീണ്ടും സമയം നോക്കിയിരുന്നു. ഒടുവിൽ 11:59 ആയപ്പോഴേക്കും പെണ്ണ് കട്ടിലിൽ നിന്ന് ഉത്സാഹത്തോടെ താഴേക്ക് ഇറങ്ങി. ടേബിളിന് മുകളിൽ ഗിഫ്റ്റ് റാപ്പിംഗ് ചെയ്തു വെച്ച ഷർട്ടിൻ്റെ ബോക്സ് എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് വീണ്ടും മഹാദേവന്റെ റൂമിൻ്റെ നേർക്ക് പതിയെ കാലുകൾ നീക്കിയവൾ. മഹാദേവൻ എന്തെങ്കിലും പറയുമോ എന്നുള്ള ഭയം അവളുടെ മനസ്സിൻ്റെ ഒരു വശത്തുണ്ടായിരുന്നെങ്കിലും തൻ്റെ പ്രാണന് പിറന്നാൾ സമ്മാനം ആദ്യമായിട്ട് നൽകാൻ പോകുന്നതിൻ്റെ സന്തോഷം മറുകോണിൽ ആവോളം ഉണ്ടായിരുന്നു എന്ന് വേണം പറയുവാൻ. ഈശ്വര, സാർ എന്നെ വഴക്കു പറയില്ലേ? വാതിൽക്കൽ ചെന്നിട്ടും അകത്തേക്ക് കയറാതെ ഒരു നിമിഷം പെട്ടെന്ന് നിന്നു. സകല ദൈവങ്ങളെയും മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് നെഞ്ചിനു മുകളിൽ വലത്തെ കൈ കൊണ്ടൊന്ന് തൊട്ടു തൊഴുതിട്ടാണ് വൈശു തൻ്റെ വലത്തെ കാല് ആ മുറിയിൽ എടുത്തു വെച്ചത് തന്നെ. പക്ഷേ വിറയലോടെ പേടിയോടെ അകത്തേക്ക് ചെന്നവൾ അവിടെ മഹാദേവനെ കാണാഞ്ഞിട്ട് ഒരു നിമിഷം അമ്പരപ്പെട്ട് നിന്നുപോയി. ഇതെവിടെ പോയി? ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ സാറ്. ആലോചനയോടെ ഒരു നിമിഷം വൈശാഖി അവൻ്റെ മുറിയിൽ തന്നെ നിന്നു. പിന്നീട് വാഷ്റൂമിന് നേർക്ക് കണ്ണുകൾ നീക്കി. പക്ഷെ പുറത്തുനിന്ന് അടച്ചു പൂട്ടിയിരിക്കുന്ന ഡോറിൻ്റെ ലോക്ക് അവളുടെ നെറ്റി ചുളിപ്പിച്ചു. ഇനി അടുക്കളയിലെങ്ങാനും പോയി കാണുമോ? മെല്ലെ അവൻ്റെ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി അവൾ നേരെ കാണുന്ന ഡൈനിങ് റൂമിൻ്റെ നേരെ ഉറ്റുനോക്കി. അടുക്കളയിലെ വെട്ടമിട്ടാൽ അവിടേക്ക് വെളിച്ചം വീഴുന്നത് കാണാം. പക്ഷെ ഇരുട്ടിൽ മൂടിക്കിടക്കുന്ന അവിടം അവൻ അവിടെയില്ലെന്ന കാര്യം വൈശാഖിക്ക് മനസ്സിലാക്കി കൊടുത്തു. ഈ പാതിരാത്രി മഴയുള്ള സമയത്ത് പുറത്തേക്ക് പോകുമോ സാറ്? പിന്നീട് അവളുടെ കണ്ണുകൾ പോയത് ഹാളിൽ നിന്നും പുറത്തേക്ക് തുറക്കുന്ന മുൻവാതിലിന് നേരെയായിരുന്നു. ഹാളിലെ ഡിം ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അവൾ കണ്ടു ഫ്രണ്ട് ഡോറ് പകുതി തുറന്നു കിടക്കുന്നത്. ഈ സാറെന്തിനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി? ഒരേ സമയം പേടി ആശങ്ക അവളിലുണ്ടായി. അത് മഹാദേവനെ ഓർത്തിട്ടായിരുന്നു എന്നത് മറ്റൊരു സത്യം. അല്ലെങ്കിൽ പൊതുവെ ഇരുട്ടിനെ പേടിയുള്ളവൾ സ്വയം മറന്ന് രാത്രി സമയം പുറത്തേക്ക് ഇറങ്ങുവാൻ ധൈര്യപ്പെടുവോ? കയ്യിലിരുന്ന ഗിഫ്റ്റ് ഹാളിലെ സെറ്റിയിലേക്ക് വെച്ചിട്ട്
പെണ്ണവൾ മുൻവാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. ഉമ്മറത്തെയും വെളിയിലത്തെയും ലൈറ്റ് കത്തിക്കിടപ്പുണ്ട്. തുള്ളിക്കൊരു കുടമെന്ന രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ ഹുങ്കാര ശബ്ദത്തോടെ വീഴ്ചയടിക്കുന്ന കാറ്റും. പുറത്തുനിന്നും വീശുന്ന കാറ്റിൽ മഴവെള്ളം വൈശുവിൻ്റെ ദേഹത്തേക്ക് ഇറുമ്പലടിക്കാൻ തുടങ്ങി. അവൾക്ക് തണുപ്പായി. എന്നിട്ടും അവൾക്ക് അകത്തേക്ക് കയറി പോവാൻ തോന്നിയില്ല. ആ ഒരുവന് വേണ്ടി നാലുപാടും വൈശുവിൻ്റെ കണ്ണുകൾ തിരഞ്ഞു നടക്കുകയായിരുന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞിട്ട് അവനെ കാണാഞ്ഞപ്പോൾ വൈശാഖയ്ക്ക് പേടി തോന്നാൻ തുടങ്ങി. ഇനിയും ഇങ്ങനെ നിന്നാൽ തനിക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റില്ലെന്നൊരു ഉൾവിളി ഉണ്ടായതും ബാലുവിനെ വിളിച്ചുണർത്താൻ തന്നെ അവൾ മനസ്സിൽ തീരുമാനിച്ചു. തിരിഞ്ഞ് അകത്തേക്ക് കയറുവാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് ഉമ്മറത്തെ ക്ലോക്കിൽ ഒരു ടോർച്ച് വെളിച്ചം വന്ന് പതിച്ചതുപോലെ വൈശുവിന് തോന്നിയത്. അവൾ പൊടുന്നതിനെ മുറ്റത്തേക്ക് തിരിഞ്ഞു നോക്കി. അപ്പോഴാ പെണ്ണ് കണ്ടു. മഴ നനഞ്ഞുകൊണ്ട് റെയിൻകോട്ടിട്ട ഒരു രൂപം ഉമ്മറപ്പടികൾ ചാടിക്കടന്ന് അകത്തേക്ക് വേഗത്തിൽ വരുന്നത്. ആ ഒരൊറ്റ നിമിഷം മതിയായിരുന്നു വന്നയാൾ മഹാദേവനാണെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ. ഒരേ സമയം പെണ്ണിന് ദേഷ്യവും സങ്കടവും ആശ്വാസവും ഒരുപോലെ വന്നുപോയി. ആ നേരം അവനെ കണ്ടതിലുള്ള ആശ്വാസവും സമാധാനവും ഒരു വശത്ത്, അവൻ ഈ നേരത്ത് മഴയെ നനഞ്ഞ് പുറത്തെന്തിനു പോയി എന്നോർത്തുള്ള ദേഷ്യവും ആശങ്കയും മറുവശത്ത്. സാറ് ഈ നേരത്തെ എവിടെ പോയതാ? അധികാരത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയവൾ ഉച്ചത്തിൽ ചോദിച്ചു. അവനോടുള്ള പേടിയും ഭയവുമെല്ലാം ആ നേരത്തവൾ മറന്നുപോയിരുന്നു എന്നുള്ളതാണ് സത്യം. റെയിൻകോട്ട് ഊരി സോപാനപ്പടിയിലേക്ക് അഴിച്ചിടുന്നതിനിടയിലാണ് മഹാദേവൻ മുൻപിൽ നിൽക്കുന്ന വൈശാഖിയെ കണ്ടത്. അവനൊന്ന് ഞെട്ടിപ്പോയി. നീ എന്താ ഈ നേരത്തേക്ക് പുറത്തു വന്നേ? അസമയത്ത് വീടിന് വെളിയിൽ ഇറങ്ങി വന്ന വൈശാഖിയോട് മഹാദേവൻ എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. ഒരു പെൺകുട്ടിയല്ലേ, എന്തേലും സംഭവിച്ചാലോ? ആരുത്തരവാദിത്തം പറയും? വൈശാഖിയെ അരച്ചു കലക്കി കുടിക്കുവാനുള്ള കലിപ്പ് ദേവനിൽ പൊടുന്നനെ ഉണ്ടായി. ഞാൻ നോക്കിയപ്പോൾ സാറിനെ മുറിയിൽ കണ്ടില്ല. എനിക്ക് പേടിയായി. നോക്കിയപ്പോൾ വാതിൽ തുറന്ന് കിടക്കുന്നു. അതുകൊണ്ട് വന്നതാ. അവൻ്റെ ആ ദേഷ്യത്തിന് മുൻപിൽ വൈശാഖി ഒന്ന് പതുങ്ങിപ്പോയി. അവളുടെ ശബ്ദം നേർത്തു വന്നു. എന്തിനാ എന്നെ അന്വേഷിച്ചേ? നനഞ്ഞ മുടി ഇരുകൈകൾ കൊണ്ട് പിന്നിലേക്കൊന്ന് കോതിയിട്ട് മഹാദേവന് അവളുടെ മുൻപിൽ നെഞ്ചും വിരിച്ചൊരു നിൽപ്പ് നിന്നു. എന്തിനാ വൈശാഖി എന്നെ അന്വേഷിച്ചേ? മഹാദേവന്റെ ശബ്ദം ഒന്നും കൂടി കടുത്തു. പേടിയോടെ വിറയലോടെ പെണ്ണവൾ മൗനം പൂണ്ടു. കാരണം അവൻ്റെ ദേഷ്യം തന്നെ. ആ ദേഷ്യത്തോടെയുള്ള നോട്ടത്തിലും ഭാവത്തിലും വന്ന കാര്യം ശരിക്കും പറഞ്ഞാൽ പെണ്ണ് മറന്നുപോയിരുന്നു. എന്താ, നിനക്കൊന്നും പറയാനില്ലേ? അവളുടെ മൗനം കണ്ടതും ചെക്കന് കലിപ്പ് ഒന്നുകൂടെ കൂടി. എന്ത് കാര്യമാണേലും ഈ പാതിരാത്രിക്ക് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വരാൻ നിന്നോടാരാ പറഞ്ഞേ? ഒന്നാമതേ നല്ല മഴ, ഇടിയും മിന്നലും വേറെ. നീ ഈ തോന്നിയാസം കാട്ടിയിട്ട് നിനക്ക് വല്ലതും പറ്റുക ഇവിടെ ഉള്ളവർ എങ്ങനെ അറിയും? നിന്റെ വീട്ടുകാരോട് ആരുത്തരവാദിത്തം പറയും? നിനക്ക് ഇത്രയും പ്രായമായില്ലേ? നോക്കിയും കണ്ടും ജീവിക്കാൻ നിനക്കറിയില്ലേ? അവൾ പാതിരാത്രി ഇറങ്ങി വന്നേക്കുന്നു അവളുടെ അമ്മേനെ കെട്ടിക്കാൻ. കയറിപ്പോ അകത്തേക്ക്. ഇനി ഇവിടെ തുള്ളിക്കൊണ്ട് നിന്ന് വല്ല പനിയും പിടിപ്പിക്കാതെ. മുഖം കുനിച്ചു പിടിച്ച് ചുവരിൽ ചാരി നിൽക്കുന്നവളെ കാണുമ്പോൾ മുഖം അടച്ചൊരടി വെച്ചു കൊടുക്കാൻ തോന്നിയെങ്കിലും മഹാദേവൻ പിന്നീട് എന്തുകൊണ്ടോ അത് സ്വയം നിയന്ത്രിച്ച് കടിച്ചു പിടിച്ചു നിന്നു. ഒന്നാമത് എന്തേലും കണ്ട അപ്പോൾ തന്നെ പാനിക് അറ്റാക്ക് അടിച്ച് ബോധം കെട്ട് വീഴുന്നവളാ. ഇരുട്ടത്ത് നിന്ന് വല്ലതും കണ്ട് പേടിച്ചാ ഇവിടെ കാര്യം എന്താവുമായിരുന്നു? ഒരാളെ കണ്ടില്ലെന്ന് വെച്ച് പാതിരാത്രി ഒറ്റയ്ക്ക് പുറത്തു വന്ന് നിന്ന് നോക്കുവാണോ ചെയ്യേണ്ടത്? ഒന്നാമതേ കാലം കെട്ട കാലമാ. വല്ലതും പറ്റിപ്പോയിട്ട് നാടിനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? അവനോനെ തന്നെ സൂക്ഷിക്കണ്ടേ? ഈ പെണ്ണിത് എന്ത് ഭാവിച്ചാണോ ഈശ്വര? മഹാദേവൻ ഒട്ടൊരാശങ്കയോടെ മനസ്സിൽ ചിന്തിച്ചു പോയി. അവൻ മുഖം ചരിച്ച് നോക്കിയപ്പോൾ കണ്ടു കരയാനുള്ള എല്ലാ സെറ്റപ്പുകളും ഒരുക്കി വെച്ചിട്ടാണ് പെണ്ണിൻ്റെ ഇപ്പോഴത്തെ നിൽപ്പ് തന്നെ. വിതുമ്പുന്ന ചുണ്ടുകളെ രണ്ടും ഉള്ളിലേക്ക് കടിച്ചു പിടിച്ചു വെച്ചിട്ടുണ്ട്. കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു തുള്ളി പോലും താഴെ വീണിട്ടില്ല. കവിളുകളൊക്കെ ചുവന്ന് കയറി വരുന്നുണ്ട്. എല്ലാം കൂടി കണ്ടപ്പോഴേക്കും മഹാദേവന്റെ നെഞ്ചിൽ പൊടുന്നനെ ഒരു തണുപ്പ് വീണു. അവളുടെ കരച്ചിലും സങ്കടവും കാണുമ്പോൾ മനസ്സ് പൊടിയുന്നത് പോലെ അവനപ്പോൾ തോന്നിപ്പോയി. വൈശാഖി, ഞാൻ പറഞ്ഞത് കേട്ടില്ലെന്നുണ്ടോ? തണുപ്പത്ത് നിന്ന് വല്ല അസുഖം ഉണ്ടാക്കി വെക്കണ്ട. അകത്തേക്ക് കയറിപ്പോ. ഇനിയും ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ മുൻപിൽ നിൽക്കുന്നവൾ ബോധം കെട്ട് വീഴുമോ എന്ന് പേടിച്ചവൻ ശബ്ദം ഒട്ടൊന്ന് കുറച്ചു പറഞ്ഞു. ആ, നേരത്തെ മൂളലായിരുന്നു മറുപടിയെങ്കിലും അവൾ തലയാട്ടി അവനെ അനുസരിച്ചു. മുഖം കൈവെള്ളം കൊണ്ട് അമർത്തി തുടച്ചിട്ട് അകത്തേക്ക് നടക്കുവാൻ വേണ്ടി വൈശാഖി തുനിഞ്ഞതും
ഭൂമിയെ പോലും വിറപ്പിക്കുന്ന രീതിയിൽ മാനത്തു നിന്ന് ഒരു തീഗോളം മംഗലത്ത് വീടിന്റെ മുറ്റത്തേക്ക് ആഞ്ഞു പതിച്ചിരുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന മിന്നലിന്റെ പ്രകാശത്തോടൊപ്പം ദിഗന്ധങ്ങൾ പൊട്ടുമാറുച്ചത്തിൽ ഇടിമുഴക്കത്തിന്റെ ശബ്ദവും അവിടമാകെ പ്രകമ്പനം കൊണ്ടു. പൊടുന്നനെ വീടിനകത്തും പുറത്തുമായുള്ള സകല വൈദ്യുത വിളക്കുകളും ഒരുമിച്ചണഞ്ഞു. അപ്രതീക്ഷിതമായ ആ ഇടിമുഴക്കത്തിൽ മഹാദേവനും വൈശാഖിയും ഒരേപോലെ ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. കുറ്റിരുട്ടിൽ ഭയന്ന് വിറച്ചുപോയ വൈശാഖി മുൻപിൽ നിൽക്കുന്നവന്റെ നെഞ്ചിലേക്ക് ഒരു നിലവിളിയോടെ അലച്ചു തള്ളി വീണു. അവളുടെ ദേഹം പേടിയാൽ ആലില പോലെ വിറയ്ക്കുവാൻ തുടങ്ങി. വൈശാഖിയുടെ ഹൃദയമിടിപ്പ് പോലും പുറത്തേക്ക് കേൾക്കാൻ പറ്റുന്ന അവസ്ഥ. അവളുടെ അവസ്ഥ കണ്ട് അവനെ ഒന്ന് പേടിച്ചിരുന്നു ആ നേരം. വൈശാഖി! ദേവന് വീണ്ടും 1-2 നിമിഷങ്ങൾ കൂടി എടുത്തു. തൻ്റെ നെഞ്ചോരം കിടന്ന് കരയുന്നവളെ കൈക്കുള്ളിൽ ഒതുക്കാനും അവളുടെ കവിളിൽ തട്ടി പേര് ചൊല്ലി വിളിക്കാനും. പേടിയാ, ഇട്ടിട്ട് പോലെ, പ്ലീസ്, തന്നെ ആക്കല്ലേ, ഏങ്ങലടിച്ച് കരഞ്ഞു പറഞ്ഞു പെണ്ണ്. അത് അസ്പഷ്ടമായ വാക്കുകളിൽ. വൈശാഖി കരയാതെ, ഇങ്ങോട്ട് നോക്ക്, ഞാനിവിടെ ഒറ്റയ്ക്കാക്കില്ല, പേടിക്കാതെ. മഹാദേവന് അവളുടെ അവസ്ഥ കണ്ട് പേടി തോന്നി. അവൾക്ക് വീണ്ടും വയ്യാതായാലോ എന്നുള്ള പേടി. അതുകൊണ്ട് അവളെ അങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ സോപാനപ്പടിയിൽ വെച്ചിരിക്കുന്ന ടോർച്ച് മിന്നലിൻ്റെ വെളിച്ചത്തിൽ കയ്യിലെത്തിച്ചെടുത്തു. എന്നിട്ട് തെളിച്ചു കൊടുത്തു. വൈശാഖി, വാ, ഇവിടെ നിൽക്കണ്ട, നമുക്ക് അകത്തേക്ക് പോകാം. തൻ്റെ നെഞ്ചിൽ മുഖം പൊഴുത്തു നിന്ന് ഏങ്ങലടിക്കുന്ന പെണ്ണിനെ അല്പം ബലമായി തന്നെ പിടിച്ച് മുന്നിലേക്ക് നടത്തി മഹാദേവൻ. ഒരു പാവയെപ്പോലെ അവൻ്റെ കൂടെ നടന്ന് നീങ്ങിയവൾ ഹാളിനുള്ളിലേക്ക് കയറി നിന്ന് മുൻവാതിൽ കൊട്ടി അടയ്ക്കുമ്പോഴും അവൻ്റെ ഇടക്കൈക്കുള്ളിൽ വൈശാഖി ഭദ്ര ആയിരുന്നു. അവൻ അവളെ മെല്ലെ സെറ്റിയിലേക്ക് ഇരുത്തി. കൂട്ടത്തിൽ അവനും ഇരുന്നു. തെളിച്ച ടോർച്ച് മുൻപിൽ കിടന്നിരുന്ന ടീപ്പോയുടെ മുകളിലേക്കും വെച്ചു. മുറി മുഴുവനും വെളിച്ചു വരുന്ന രീതിയിൽ. വൈശാഖി തൻ്റെ ഇടം കൈയിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തോളിലേക്ക് തലപൂഴ്ത്തി കണ്ണുകൾ അടച്ചു പഠിച്ച് കിടക്കുന്നവളെ ടോർച്ച് വെട്ടത്തിൻ്റെ പ്രകാശത്തിൽ അവൻ കണ്ടു. ഏങ്ങലടി ഇത്തിരി കുറഞ്ഞുവെങ്കിലും വിതുമ്പിക്കരച്ചിൽ ഇനിയും നിന്നിട്ടുണ്ടായിരുന്നില്ല. വൈശാഖി, ഇനിയും പേടിക്കണ്ട, മുറിയിൽ പോയി കിടന്നോ. ദേവൻ അവൾക്ക് ധൈര്യം കൊടുത്തു. എനിക്ക് പേടിയാ സാർ, ഞാൻ പോവില്ല. അവനിൽ നിന്നും പൊടുന്നതിനെ പിടുത്തം വിട്ടിട്ട് ഇത്തിരി അകന്നു മാറിയിരുന്നെങ്കിലും ദേവനെ പോകാൻ പെണ്ണവൾ അനുവദിച്ചില്ല. ഇന്ന് പറഞ്ഞ എങ്ങനെയാ, ഉറങ്ങണ്ടേ നിനക്ക്? അവൻ ശബ്ദം മയപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചുപോയി. ഇത്രയ്ക്കും പേടിത്തൊണ്ടിയായ നീ എന്തിനാ എന്നെ തപ്പി ഇരുട്ടത്തേക്ക് വന്നെന്നുള്ള ചോദ്യം അവൻ മനഃപൂർവ്വം വിഴുങ്ങി. ഞാൻ ലൈറ്റ് വന്നിട്ട് പൊക്കോളാം സാർ, പ്ലീസ്, എനിക്ക് ഇരുട്ടത്തിരിക്കാൻ പേടിയായിട്ടാ. എൻ്റെ കൂടെ അത്രയും നേരം ഒന്ന് ഇരിക്കുമോ? അവൾ ദൈന്യതയോടെ ചോദിച്ചു. ആ, ആശ്ചര്യമെന്ന് പറയട്ടെ. മഹാദേവൻ മറുത്തൊന്നും പറഞ്ഞില്ല. സെറ്റിയുടെ ഓരത്തായി അവൻ ചാരിയിരുന്നു. അവനിൽ നിന്ന് ഒരു കൈ അകലത്തിൽ വൈശു സെറ്റിയിൽ കൂടി. നിമിഷങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. അവരുടെ ഇടയിൽ കനത്ത മൗനമായിരുന്ന തളം കെട്ടിയതെങ്കിൽ പുറത്തു മഴയുടെ താണ്ഡവമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അമ്മയെ വിളിച്ചെഴുന്നേൽപ്പിച്ച് വൈശാഖിയെ കൈമാറണമെന്നിടയ്ക്ക് മഹാദേവന് തോന്നിയെങ്കിലും അവരുടെ ഉറക്കം തടസ്സമാകൂ എന്നതുകൊണ്ട് തന്നെ അവൻ അതിനപ്പോൾ മുതിർന്നില്ല. ഈ മഴയത്ത് ഇന്നിനി കരണ്ട് വരില്ലെന്നും വൈശാഖി തനിക്ക് ഒരന്യായ പെൺകുട്ടിയാണെന്നും തൻ്റെ വീട്ടിലെ വെറും വാടകക്കാരിയാണെന്നും അവൾക്ക് താനിപ്പോൾ കൂട്ടിരിക്കേണ്ട ആവശ്യം ഒട്ടുമേ ഇല്ലെന്നും അവളോട് പ്രത്യേകിച്ച് എന്തിന് സഹാനുഭൂതി കാട്ടേണ്ടതുമൊക്കെ പലവട്ടം മഹാദേവൻ്റെ തലച്ചോറ് അവനോട് ആ സമയത്ത് വാദപ്രതിവാദങ്ങൾ നടത്തി. എങ്കിലും അവളെ തനിച്ചിരുത്തുവാൻ മഹാദേവൻ എന്തുകൊണ്ടോ ഒരുക്കമായിരുന്നില്ല. പേടി കിട്ടിയാൽ വൈശാഖിക്ക് പാനിക് അറ്റാക്ക് വരുമെന്നുള്ള ഒരൊറ്റ ഉത്തരം കൊണ്ടവൻ തൻ്റെ തലച്ചോറിൻ്റെ ചോദ്യങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കളഞ്ഞു. അവൾക്ക് പാനിക് അറ്റാക്ക് വന്നാൽ നിനക്കെന്ത് എന്നുള്ള ചോദ്യം അവനോട് അവൻ്റെ തലച്ചോറ് ചിരിച്ചു ചോദിച്ചില്ല. കാരണം അവൻ്റെ മനസ്സിനറിയാമായിരുന്നു അവൻ പറയാൻ പോകുന്ന ഉത്തരങ്ങളുടെ ലിസ്റ്റ്. 1, അതൊക്കെ വാടകക്കാരുടെ മേലുള്ള വാടക വാങ്ങിക്കുന്നവൻ്റെ ഉത്തരവാദിത്തങ്ങളാണെന്ന് പറഞ്ഞ് അവൻ വാദിച്ച് ജയിക്കും. വാടകക്കാരിക്ക് എന്തെങ്കിലും പറ്റിയാൽ അവളുടെ വീട്ടുകാരോട് താനെന്ത് മറുപടി പറയണമെന്നുള്ള ആശങ്കയെന്നായിരിക്കും അവൻ്റെ അടുത്ത വാദം. അതുമല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരെ പോലെ കാണണം എന്നും പറഞ്ഞ് 5000 രൂപ വൈശാഖിയുടെ കയ്യിൽ നിന്നും കൂടുതൽ വാങ്ങുന്നതിനുള്ള പ്രതിഫലനമാണ് തൻ്റെ ഈ കരുതലെന്നാവും അടുത്ത വിശദീകരണം. എന്തൊക്കെയാണെങ്കിലും മഴ പുലരുവോളം വരെ പെയ്യട്ടെ. അവരിരുവരും സൂര്യൻ ഉദിക്കുന്നിടം വരെ സെറ്റിയിൽ കിടന്നുറങ്ങട്ടെ. വായിക്കുന്ന മുത്തുമണികൾക്കൊക്കെ വല്ലതും മനസ്സിലായെങ്കിൽ
കമൻ്റ് ഇട്ടിട്ട് പോകണം കേട്ടോ പ്ലീസ്. പിന്നെ വായിക്കുന്നവരൊക്കെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാനും മറക്കരുത്. അപ്പോൾ ബൈ ബൈ. അടുത്ത പാട്ടുമായിട്ട് നാളെ കാണാം കേട്ടോ.